നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഈ വിഷയമൊക്കെ നമ്മളുടെ ജീവിത സംബന്ധിയായ വിഷയമാണ്. നിങ്ങൾക്ക് 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് ശരിയായിക്കോളും. അല്ലെങ്കിൽ ഇപ്പോ സ്കൂളിൽ പഠിപ്പൊക്കെ വിട്ടിട്ട് വന്നിട്ട് ഇപ്പൊ ഒരു ക്ലാസ്സിലിരിക്കണ പ്രതീതി ഉണ്ടോന്ന് എനിക്കൊരു സംശയം. 2 ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളും. എനിക്കും ശരിയാവും, നിങ്ങൾക്ക് ശരിയാവും. റാപ്പോർട്ട് വരണം. വളരെ പ്രധാനമായ വിഷയമാണ്. അതുകൊണ്ടാണ് ഓരോ അധ്യായത്തിലേക്ക് വരുമ്പോഴും ആമുഖം വളരെ വിസ്തരിച്ച് പറയണത്. ഇവിടെ കർമ്മസന്യാസയോഗം എന്ന് കഴിഞ്ഞ അധ്യായത്തിന് പറഞ്ഞു. ഇവിടെ സന്യാസയോഗം എന്നാണ് ഈ അധ്യായത്തിന് പേര്. അപ്പൊ സന്യാസം എന്ന് കേൾക്കുമ്പോൾ ഭയം തോന്നും. വാസ്തവത്തിൽ സന്യാസം എന്ന് പറഞ്ഞാൽ ഭക്തി എന്ന് തന്നെ അർത്ഥം വെച്ചുകൊള്ളാം. ആർക്കാണോ തൻ്റെതായിട്ട് ഒന്നും നേടാനില്ലാത്തത്, തന്റെ സ്വാർത്ഥത ഒന്നുമില്ലാത്തത്, അവൻ പൂർണ്ണനാണ് എന്നാണ് അധ്യാത്മ സിദ്ധാന്തം. ലൗകിക സിദ്ധാന്തം എന്താണ്? എത്ര കണ്ട് തനിക്ക് വാരാൻ പറ്റുമോ അത്ര കണ്ട് വാരിക്കൊണ്ടിരിക്കുന്നവനാണ് സുഖിക്കുന്നത് എന്നാണ് നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുള്ളതും നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും പേരക്കുട്ടികളെ ആശീർവദിക്കുന്നതും ഒക്കെ അങ്ങനെയാണ് അല്ലേ? സ്വാമി രാമതീർത്ഥൻ പറയും, നദിയുടെ അടുത്ത് കുളം പറഞ്ഞു അത്രേ. നദിയുടെ അടുത്ത് നീ ഇങ്ങനെ സമുദ്രത്തിൽ പോയി എന്നെ ഇങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടേ ഇരിക്കണമല്ലോ, കുറച്ച് നിനക്കും വേണ്ടേ? അത് കെട്ടിവെച്ചോളൂ, എന്നെ പോലെ ഇങ്ങനെ ഒരു വട്ടം ഇട്ടിട്ട് എവിടെയും പോവാതെ നിൽക്കണം, അപ്പോഴേ വെള്ളം നിൽക്കുകയുള്ളൂ എന്ന് കുളം നദിയുടെ അടുത്ത് പറഞ്ഞു. നദി പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഞാൻ എവിടെ പോകണമെന്നും അറിയില്ല, പക്ഷെ എന്തോ ആ സമുദ്രത്തിനോടൊരു ആകർഷണം, അവിടെ പോയി ഇല്ലാതായാലേ ശരിയാവുള്ളൂ. ആ നദി കാലാകാലമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, സ്വച്ഛജലമായിട്ടിരിക്കുന്നു, ശുദ്ധമായിരിക്കുന്നു, എത്രയോ പേരെ പവിത്രമാക്കുന്നു. ഈ കുളം കൊട്ടിക്കിടന്ന് അതിലത്തെ വെള്ളമൊക്കെ നാറ്റടിച്ച് അശുദ്ധമായി കുളിക്കാൻ കൊള്ളാതായി കിടക്കുന്നു അല്ലേ? അതുപോലെയാണ് ഈ സ്വാർത്ഥന് തന്റെ ജീവിതം, തന്റെ ശരീരം, തന്റെ കുടുംബം, തന്റെ കാര്യങ്ങള്, ഇത് മാത്രമേ ഉള്ളൂ. ഒരാൾ ഭഗവാനോട് പ്രാർത്ഥിച്ചത്രേ, ലോകം മുഴുവൻ നശിച്ചോട്ടെ ഭഗവാനെ, ഞാനും വേണം, എന്റെ ഭാര്യയും വേണം, ഒരു തട്ടാനും വേണം, അവൾക്ക് പണ്ടുണ്ടാക്കിയിടാൻ, അല്ലെങ്കിൽ അവളതിന് വെറുതെ വിടില്ല എന്നാണ്. മന്ത്രം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ മന്ത്രം മതി എന്നാണ് ഒരു പൂജാരി ചെയ്തതാണ്. അഹം പത്നിയും കുഞ്ഞും വർദ്ധയ വർദ്ധയ വർദ്ധയ, ബാക്കി പറയാൻ പാടില്ല. വേറെ ചിലതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആ സ്വാർത്ഥത്തിനെ നിഷേധിക്കണില്ല. ഋഷികൾ ഒന്നിനെയും നിഷേധിച്ചില്ല. നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഭാവത്തിനെയും ഋഷികൾ നിഷേധിക്കണില്ല. എല്ലാവരുടെ ഉള്ളിലും സഹജമായിട്ടുണ്ട്. ഋഷികൾ പറയണത് ആ സ്വാർത്ഥത്തിന്റെ മൂലം എന്താണെന്ന് അന്വേഷിച്ചു നോക്കൂ. ശരീരത്തിന് വേണ്ടിയാണോ ഈ സ്വാർത്ഥം? അവിടെയാണോ ഒരു ജ്ഞാനവിചാരം ചെയ്യേണ്ടി വരുന്നത്. സ്വാർത്ഥം നാച്ചുറലായിട്ടുണ്ട് എല്ലാവർക്കും അല്ലെ? ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, സുഖത്തിനുള്ള ആസക്തി ഉണ്ട്, സുഖം വേണമെന്ന് തോന്നുന്നു, സുഖിപ്പിക്കുന്ന വസ്തുക്കളോടൊക്കെ നമ്മൾ പറ്റിക്കൂടുന്നു. ഈ സത്സംഗം തന്നെ ഒരു സുഖം അല്ലെങ്കിൽ എഴുന്നേറ്റ് പോവും അല്ലേ? ഇതൊക്കെ സ്വാർത്ഥമാണ്. ഒക്കെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ജീവിക്കുന്നത് തന്നെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. സുഖത്തിന് മറ്റൊരു പേരാണ് പ്രിയമെന്നും ആനന്ദമെന്നും ഭക്തിയെന്നും ഒക്കെ നമ്മൾ പേര് മാറ്റി പറയണത്. ആ സുഖം ഹൃദയത്തിൽ ഉണ്ടാവുമ്പോ ആ സുഖം സ്വാത്മസുഖമായിട്ട് മാറിയാൽ ഭക്തിയായി. സുഖം വെളിയിൽ നിന്ന് വസ്തുവിൽ നിന്നാണ് കിട്ടുന്നതെന്ന് ധരിക്കുന്നിടത്തോളം അത് ആസക്തിയായി. ഭക്തിസൂത്രത്തിൽ, നാരദ ഭക്തിസൂത്രത്തിൽ ആദ്യത്തെ 2 ഡെഫിനിഷൻ ഭക്തിക്ക് നാരദൻ പറഞ്ഞു. കഥകൾ കേൾക്കുന്നതാണ് ഭക്തി എന്ന് ഗർഗാചാര്യരുടെ അഭിപ്രായം. പൂജ ചെയ്യുന്നതാണ് ഭക്തി എന്ന് വ്യാസഭഗവാന്റെ അഭിപ്രായം. ഇത്രയും പറഞ്ഞിട്ട് ശാണ്ഡില്യനെ ഉദ്ധരിക്കുകയാണ്. ആത്മരതി അവിരോധേനേതി ശാണ്ഡില്യ. കഥ കേട്ടുകൊള്ളുക, പൂജ ചെയ്തുകൊള്ളുക, പക്ഷെ അതിൽ നിന്നുണ്ടാവുന്ന ആനന്ദം ആത്മാവിൽ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഭക്തിയാവും. ആത്മരതി അവിരോധേനേതി ശാണ്ഡില്യ. ആത്മാവിനുള്ള രതിക്ക് വിരോധം വരാത്ത വിധത്തിൽ പൂജയും കഥാശ്രവണവും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഭക്തിയായിട്ട് തീരും. അപ്പൊ ഭക്തി എവിടെയാ കൊണ്ടുവച്ചിരിക്കുന്നത്? സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. സ്വരൂപത്തിനെ അനുസന്ധാനം ചെയ്യുന്നതാണ് വാസ്തവത്തിൽ ഭക്തി. അവസാനം എവിടെയാണോ കൊണ്ടുവിടുന്നത്. അപ്പൊ അത്തരത്തിലൊരു ഭക്തി, ആ സുഖം എവിടുന്ന് വരുന്നു? നമ്മളിലാണ് സുഖം നിൽക്കുന്നത് അല്ലേ? സുഖം പുറത്തെവിടെങ്കിലും ആണോ?
അവനവനിൽ തന്നെയാണോ സുഖം? എന്ത് വസ്തുവിനെ കണ്ടും സുഖം ഉണ്ടാവണത് എന്നിലാണല്ലോ. കുറെ കഴിയുമ്പോൾ ആ വസ്തുവിനെ വലിച്ചെറിയും, വേറെ ഒരു വസ്തു എടുക്കും. സുഖം എന്നിലാണ്, സുഖം നമ്മളുടെ ഉള്ളിലാണ്. ആ സുഖത്തിനെ അവനവനിൽ കണ്ടെത്തുന്നതിന് പേരാണ് ആധ്യാത്മികത. ആ സുഖത്തിന്റെ മൂലത്തിനെ ആ സുഖമാണ് സ്വാർത്ഥമായിട്ട് മാറുന്നത്. നിസ്വാർത്ഥ സുഖം എന്നൊന്നുണ്ട്. അതാര് കണ്ടെത്തിയോ അവൻ കർമ്മയോഗിയായിട്ട് തീരും. അതും ശാസ്ത്രമാണ്. നിങ്ങൾക്കിതിപ്പോ പറഞ്ഞു വരാം. സ്വാർത്ഥ സുഖം, നിസ്വാർത്ഥ സുഖം, രണ്ട് സുഖമുണ്ട്. നല്ലവണ്ണം ശ്രദ്ധിച്ചോളാം. ഇത് ഇത്തിരി വിചാരം ചെയ്താൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ വഴി മാറ്റിക്കൊള്ളാം. ഈ സ്വാർത്ഥത്തിലൊരു സുഖമുണ്ട്, നിസ്വാർത്ഥത്തിലൊരു സുഖമുണ്ട്. ഈ നിസ്വാർത്ഥ സുഖം വളരെ ഡീപ്പർ പ്ലെയിൻ എന്ന് വരുന്നതാണ്. ആ സുഖം നമ്മൾക്ക് രണ്ടുപേരും സുഖാസക്തരാണ്. നിസ്വാർത്ഥനും സ്വാർത്ഥനും രണ്ടുപേരും സുഖത്തിൽ ആഗ്രഹമുള്ളവരാണ്. നമ്മളിപ്പോ ബസ്സിൽ പോകുമ്പോ ചിലപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ ബസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ചാടി പിടിച്ച് കയറി, ചിലപ്പോ ട്രെയിനിൽ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിലൊക്കെ കയറാൻ ആളുകൾ ജനലിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറാൻ പറ്റുമോ നോക്കും. ഉള്ളിലേക്ക് ചാടി കയറാനായിട്ട് ബാഗൊക്കെ ജനലിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇട്ടുവെച്ച് അല്ലേ, അങ്ങനെ പിടിച്ച് കയറി ട്രെയിനിൽ ഇരുന്ന് നമ്മൾ സ്വസ്ഥമായി. തൽക്കാലത്തേക്ക് എന്തോ നിർവൃത്തിയാണ്, തനിക്ക് സീറ്റ് കിട്ടി, ഇനി എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തിന് വരെ ആലോചിക്കണ്ട. അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോ നടക്കാൻ വയ്യാതെ പാവം ഒരു വയസ്സായ ആള് വടിയും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കണു, സീറ്റില്ല. അപ്പോ ഉള്ളില് രണ്ട് മനസ്സ് പ്രവർത്തിക്കണം. ഒന്ന്, ആദ്യം നമ്മൾ ഇരുന്നപ്പോ കിട്ടിയത് ഇറ്റ് ഈസ് മിയർ ഫിസിക്കൽ പ്ലഷർ, സ്വസ്ഥമായി എന്നൊരു തോന്നൽ അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താവും, നമ്മുടെ മനസ്സ് ഇരുന്ന് കഴിഞ്ഞാൽ ആ സുഖം പോയി. ഇനി പിന്നെ മനസ്സെങ്ങനെയാ ആലോചിക്കും, മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, കഴിയുവോ ആവോ, നല്ല ചെക്കനെ കിട്ടുവോ ആവോ, അതൊക്കെ ആലോചിച്ചിട്ട് ആ 4 മണിക്കൂർ പരമനരകത്തിലാണ് ഇരിക്കാൻ പോണത്. ആ ഇരിക്കണ വരെയുള്ള ടെൻഷനും ഇരുന്ന് കഴിഞ്ഞിട്ടുള്ള ഫിസിക്കലായിട്ട് ഒരു കംഫർട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഉള്ളില് എന്റേതായ നരകത്തിനെ ഞാൻ തുറന്നുകൊള്ളും. എന്നിട്ട് അവിടുത്തെ വിഷമങ്ങൾ, ടെൻഷൻ, ഡിപ്രഷൻ ഒക്കെ ആവും. അപ്പോ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് മുമ്പിൽ ഒരാളെ കാണുന്നത് ഇരിക്കാൻ സ്ഥലം കിട്ടാതെ അസ്വാസ്ഥ്യത്തോടുകൂടെ നിൽക്കുന്ന ഒരാളെ കണ്ടു. അപ്പോ ഉള്ളിലൊരു ഒരു കുത്തല്, വേണോ, എഴുന്നേറ്റ് കൊടുക്കണോ, വേണ്ട. രണ്ട് മനസ്സ്. എഴുന്നേറ്റ് കൊടുത്താൽ അയാള് ഇരുന്ന് കഴിഞ്ഞാലും ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ നിൽക്കേണ്ടി വരുമല്ലോ, 3 മണിക്കൂർ 3.5 മണിക്കൂർ നിൽക്കേണ്ടി വരും. ചിലപ്പോ ഞാൻ എഴുന്നേറ്റ് കൊടുക്കുകയും ചെയ്ത് അയാൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയും പോവും, വേറെ ആരെങ്കിലും എന്റെ സീറ്റിൽ ഇരിക്കും, എനിക്ക് രണ്ടുമില്ല. ഇത് ഇങ്ങനെയൊക്കെ നമ്മളുടെ ബുദ്ധി, നമ്മൾ ബുദ്ധി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് അധികമായും സ്വാർത്ഥത്തിന്റെ കൂട്ടാണ് നിൽക്കുക. അത് നിസ്വാർത്ഥത്തിന് വോട്ട് ചെയ്യില്ല. അത് അധികമായും അത് സ്വാർത്ഥത്തിന് കൂട്ടുകെട്ട് നിന്ന് പല വ്യാഖ്യാനങ്ങളും പറയും. അധികമായും നമ്മൾ ആ ബുദ്ധിയെ വിശ്വസിച്ച് സ്വാർത്ഥത്തിന് വോട്ട് ചെയ്തിട്ട് പറയും അങ്ങോട്ട് നോക്കാതെ ഇരുന്നാ മതി എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ചിലപ്പം ഇരിക്കുകയും കുറെ നേരം ആ വൃദ്ധൻ നിൽക്കണതും ഒക്കെ, കാല് കഴിച്ച് നിൽക്കണതും ഒക്കെ കണ്ട്, വിഷമിക്കണതും ഒക്കെ കണ്ട് നമ്മളുടെ സ്ഥലമെത്തി ഇറങ്ങിപ്പോവുകയും, പോകുമ്പോ നമ്മളെ അറിയാത്തൊരു വേദന ഉള്ളിൽ വഹിച്ചുകൊണ്ട് പോവുകയും, രാത്രി കിടന്നാൽ ഉറക്കം വരായ്മയും, വീട്ടിൽ തന്റെ അച്ഛനെയോ മുത്തശ്ശനെയോ ഒക്കെ കാണുമ്പോൾ ഇതുപോലെ ഒരാളെയല്ലേ ഇന്ന് വിഷമിച്ച് കണ്ടതെന്നൊരു വിഷമവും, ഇതൊക്കെ ചിത്തം ശുദ്ധമായ ആൾക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ. അധികം പേരും അതൊന്നും ശ്രദ്ധിക്കുകയില്ല. ഇത്തിരി ശുദ്ധമാവുമ്പോഴാണ് ഈ നിസ്വാർത്ഥ വിചാരങ്ങളൊക്കെ വരുന്നത്. ഒക്കെ ചെയ്ത് രാത്രി ഉറങ്ങില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. നേരെ മറിച്ച് ഇതേ ആള് സ്വാർത്ഥത്തിനെ ഉപേക്ഷിച്ച് നിസ്വാർത്ഥത്തിനെ സ്വീകരിച്ച് അല്പം വിഷമിച്ചാലും വേണ്ടില്ല, ഈ ശരീരം ഇത്തിരി വിഷമിച്ചാ എന്താപ്പോ, എഴുന്നേറ്റ് കൊടുക്കാം, നിന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞ ആ വൃദ്ധനെ പിടിച്ച് ഇരുത്തി കഴിഞ്ഞപ്പോ അയാൾ നോക്കിയിട്ട് ഒരു ചിരി ചിരിച്ചു. ആ ചിരിയിൽ സംതൃപ്തി, ഹൃദയത്തിൽ നിന്ന് എന്തോ വന്ന കണ്ണിലൂടെ വന്ന് നിങ്ങളെ ആശീർവദിച്ചു. അത് നിങ്ങൾ കണ്ടു. ഇതൊക്കെയാണ് പൂജ എന്ന് പറയണത്, അല്ലാതെ ഈ ഗിണി മാത്രമല്ല.
അങ്ങനെ നോക്കുമ്പോ, ആ കണ്ണിലൂടെ നോക്കുമ്പോ ആ അന്തര്യാമി പ്രസാദിച്ചത് നിങ്ങൾ കണ്ടു. അഥവാം സർവേഷു ഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേത് ദാനമാനാഭ്യാം മൈത്രിയ അഭിന്നേന ചക്ഷുഷാന്ന്. സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം, ആ ഭൂതങ്ങളിൽ ഹൃദയത്തിലിരിക്കുന്ന കൃതാലയനായിട്ടുള്ള, അതിനെ ആ ശരീരത്തിനെ ആലയമാക്കി ചെയ്തിട്ടുള്ള അന്തര്യാമി പ്രസന്നമാവുമ്പോ അധികമായി മുഖത്തിലെ വർണ്ണപ്രസാദം കൊണ്ടും കണ്ണിലുള്ള വെളിച്ചം കൊണ്ടും പറഞ്ഞാൽ വാക്കുകൊണ്ടും അല്ലെങ്കിൽ ചേഷ്ട കൊണ്ടും ഒക്കെ ആ ആശീർവാദം നമുക്ക് കാണാം. ആ ഒറ്റ കാണല് മതി. കാല് കഴിച്ചാലും കുഴപ്പമില്ല, ശരീരം കഴിച്ചാലും കുഴപ്പമില്ല. ഇറങ്ങിപ്പോകുമ്പോ ഒരു സുഖം, ഒരു സന്തോഷം, ഒരു ആനന്ദം, ഒരു കൃതകൃത്യത ചെന്ന് കിടക്കുമ്പോ അങ്ങനെ ഒരു കർമ്മം, ഒരു ചെറിയ ഒരു കർമ്മം ചെയ്തിട്ട് രാത്രി കിടന്നാൽ ആ ഉറക്കം സമാധി തുല്യമായ ഒരു ആഴുണ്ടാവും. ഇങ്ങനെ വീണ്ടും വീണ്ടും സ്വാർത്ഥതയെ തള്ളിക്കളഞ്ഞ് നിസ്വാർത്ഥതയെ അനുകൂലിച്ച് തന്റെ ഹിതമാണ് ഇതെന്ന് അറിയുകയും വേണം. അതായത് ഈ നിസ്വാർത്ഥ സുഖം തന്നിലാണ് ഉണ്ടാവുന്നതെന്നും ഈ നിസ്വാർത്ഥ സുഖത്തിനു വേണ്ടിയാണ്, രണ്ടുപേരും സുഖത്തിനു വേണ്ടി തന്നെയാണ്, അതും അറിയണം. അതിനാണ് പറയുന്നത് ഇതിന് അറിവ് വേണമെന്ന് പറയണത്. ഇല്ലെങ്കിൽ കുഴപ്പം പറ്റും. എന്താ അറിയോ, നമ്മൾ മറ്റുള്ളവനോടുള്ള ദയ കാരണമല്ല ഇത് ചെയ്യണത്. അങ്ങനെയാണ് ചെയ്യണതെങ്കിൽ അഭിമാനം ഉണ്ടാവും. 4-5 പ്രാവശ്യം ദയ കാരണം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വളരെ ദയാവാനാണെന്നും ഒക്കെ അഭിമാനം ഉണ്ടായിക്കളയും. അങ്ങനെയല്ല, എന്റെ തന്നെ സുഖത്തിന് വേണ്ടിയാണ്. അബ്രഹാം ലിങ്കണിനെ കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എവിടെ ഒരു പന്നി കുഴിയിൽ വീണപ്പോ ചാടി ഇറങ്ങി വിഷമിച്ച് ആ പന്നിയെ പുറത്തെടുത്ത് ഇട്ടപ്പോ നിങ്ങൾ എത്ര ദയ ചെയ്തു ആ പന്നിയോട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അത്രേ, ഞാൻ ദയ ചെയ്തൊന്നുമല്ല, ആ പന്നി കുഴിയിൽ കിടന്ന് വിഷമിക്കുന്നത് കണ്ട് എന്റെ ഉള്ളിലുണ്ടാവുന്ന വിഷമത്തിനെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാടിയത്. അപ്പൊ അതും എന്റെ തന്നെ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ അറിഞ്ഞാലേ നമ്മളിൽ അഭിമാനം വരാതിരിക്കുകയുള്ളൂ. ഇങ്ങനെ നിസ്വാർത്ഥ സുഖത്തിന്റെ മൂലം അന്തര്യാമിയാണെന്ന് അറിഞ്ഞ് ആ അന്തര്യാമിയിൽ നിന്നും വരുന്ന നിസ്വാർത്ഥ സുഖം, രമണ ഭഗവാൻ ടോക്സിലൊരിടത്ത് ഇതിന് ഇംപേഴ്സണൽ പ്ലഷർ എന്ന് തന്നെ പറയുന്നുണ്ട്. ആ ഇംപേഴ്സണൽ പ്ലഷർ തന്നിൽ നിന്നും വരുന്നത് കണ്ടറിഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്യും തോറും ഇയാൾക്കത് സഹജമായിട്ട് തീരുമ്പോ, കുറെ കഴിയുമ്പോൾ സഹജമായിട്ട് തീരും. അപ്പോ ഇയാൾ വളരെ ആഴത്തിൽ നിന്നും ഒരു തീർത്ഥം കുടിക്കുകയാണ്. അയാൾക്ക് ഇനി ആരെങ്കിലുമൊക്കെ സ്തുതിച്ചിട്ടോ അയാളെ ആരെങ്കിലുമൊക്കെ അവാർഡ് കൊടുത്തിട്ടോ ഒന്നും വേണ്ട അയാൾക്ക് സുഖം. അതിന്റെയൊക്കെ എല്ലാത്തിന്റെയും മൂലം തന്റെ ഉള്ളിലുണ്ടെന്നും ഈ നിസ്വാർത്ഥമായി യജിക്കുന്നത് കൊണ്ട് തനിക്കാണ് ഗുണമുണ്ടാവുന്നതെന്നും താനൊരു സുഖത്തിന്റെ ഉറവിടം തന്നിൽ കണ്ടെത്തിയിരിക്കുന്നുവെന്നും അറിഞ്ഞുകൊണ്ടാണ് ഇയാൾ നിസ്വാർത്ഥനാവുന്നത്. അങ്ങനെ നിസ്വാർത്ഥനാവുമ്പോ ആ നിസ്വാർത്ഥ സുഖത്തിനെ കണ്ടെത്തിയവനാണ് ഭക്തൻ. ഗീതയിൽ അങ്ങനെയാണ്. നിസ്വാർത്ഥ സുഖം, ആ ഭക്തനിൽ ഉണ്ടാവുന്ന ആനന്ദം സ്വാർത്ഥമായ അഭിമാനത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും വരുന്ന ആനന്ദമല്ല, ആത്മാവിൽ നിന്നും ഡയറക്റ്റായിട്ട് വരുന്ന ആനന്ദമാണ്. അത് ഭഗവത് ഭാവത്തിലാവുമ്പോ ഭഗവാന് തന്നെ ഭഗവാന്റെ മുമ്പിൽ തന്നെ ഇല്ലാതാക്കി തീർക്കുന്നു. ജഗത്ത് മുഴുവൻ സർവതഃപാണിപാതനായിട്ടുള്ള ആ വിശ്വാത്മാവായിട്ടുള്ള ഭഗവാന്റെ മുമ്പിൽ താൻ ഇല്ലാതായിട്ട് തീരുന്നു. ജഗത്ത് ആ ഭഗവാന് തന്നെ അടിമയാക്കി തീർക്കുന്നു, ദാസനാക്കി തീർക്കുന്നു. അപ്പോഴും അയാളിൽ, ആ ഭക്തനിൽ ഉണ്ടാവുന്നത് ഇത് തന്നെ, നിസ്വാർത്ഥ സുഖം. ആ നിസ്വാർത്ഥ സുഖത്തിനെ അറിഞ്ഞുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അയാളെ അനുകൂലമായിരിക്കും. എന്താന്ന് വെച്ചാൽ ലോകത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഈ ബാക്ക് ബെഞ്ചിൽ ഇരിക്കാൻ തയ്യാറായിട്ടുള്ള ആളെയാണ്. ഒന്നും വേണമെന്ന് ഞാൻ പിടിച്ചിട്ടില്ലെങ്കിൽ എല്ലാവർക്കും നമ്മളെ ഇഷ്ടമായിരിക്കും. ആരുടെടുത്തെങ്കിലും എന്തെങ്കിലും കോമ്പറ്റീഷന് പോകുമ്പോഴാണ് ഈ ലോകത്തിൽ വിഷമം. എനിക്കൊന്നും വേണ്ടെങ്കിൽ, ആരോടും ഒരു കോമ്പറ്റീഷനും ഇല്ലെങ്കിൽ, എന്ത് വേണമെങ്കിൽ അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, എന്റെ സുഖം ആരെങ്കിലും എന്തെങ്കിലും തരുന്നത് കൊണ്ടോ എന്നെ സ്തുതിക്കുന്നത് കൊണ്ടോ എന്നെ അനുകൂലിക്കുന്നത് കൊണ്ടോ അല്ല, എന്റെ സുഖം അങ്ങോട്ട് കൊടുക്കുന്നത് കൊണ്ടും ചെയ്യുന്നത് കൊണ്ടും ഒക്കെ ആണെങ്കിൽ ഞാൻ സ്വതന്ത്രനാണ്. നമ്മളുടെ വിദ്യാഭ്യാസം മുഴുവൻ നേരെ തിരിച്ചിട്ടാണ്. അതാണ് നമ്മളുടെ കുഴപ്പം.
കുട്ടിക്കാലം മുതൽ പറയണത് അതാണ്. സ്കൂളിൽ പോകുമ്പോ തന്നെ കുട്ടിയുടെ അടുത്ത് പറയും, അടുത്തിരിക്കുന്ന കുട്ടി പെൻസിലൊന്നും എടുക്കാതെ നോക്കണം കേട്ടോ എന്നാണോ. ഇപ്പോഴൊന്നും പറയില്ലായിരിക്കും, മുമ്പൊക്കെ അങ്ങനെയാണ്. പെൻസിലൊന്നും കൊടുക്കണ്ട, ആരും ചോദിച്ചാ കൊടുക്കണ്ട. എല്ലാം ഇങ്ങനെ കണ്ടിട്ടാണ്. എല്ലാം പിടിക്കണം, നമ്മളുടെ ജീവിതം നമ്മൾ ജയിക്കണം. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് പോയാലും വേണ്ടില്ല. ഈ സ്വാർത്ഥതയെ നീക്കി നിസ്വാർത്ഥതയെ അറിയുന്നതിന് പുറകിൽ ഒരു ശാസ്ത്രമുണ്ട്. നിസ്വാർത്ഥത കൊണ്ട് നമ്മളുടെ അഹങ്കാരത്തിനെ യജിച്ച് ആ യജനം, അതാണ് ശരിക്കും യാഗം എന്നൊക്കെ പറയണത്. അശ്വമേധം എന്നൊക്കെ പറയണത് അതാണ്. മനസ്സാണ് അശ്വം. മനസ്സാവുന്ന അശ്വത്തിനെ നല്ലവണ്ണം പൂജിച്ച് അറിവ് കൊടുത്തിട്ട് ഇന്ദ്രിയങ്ങളാവുന്ന ലോകത്തിൽ അങ്ങട് വിവേകമാവുന്ന ഒരു പടയാളിയെ പുറകെ വെച്ചിട്ട് അങ്ങനെ വിട്ടുകളയും. അത് സർവത്ര എല്ലാ വിഷയലോകങ്ങളിലും അലഞ്ഞിട്ട് അവസാനം എല്ലാത്തിൽ നിന്നും നിവൃത്തമായി തന്റെ ആലയത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോ ജ്ഞാനമാവുന്ന അഗ്നിയിൽ ആ അശ്വത്തിനെ ഹോമിക്കും. ഹോമിച്ചു കഴിയുമ്പോ അശ്വമേധയാജിനോ ലോക അജയ്യോ വൈ ലോക, അയാൾക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്തതായ ലോകം അയാൾക്ക് അശ്വമേധയാജിയായിട്ടുള്ളവന് കിട്ടുമെന്നാണ്. അത് ഈ അശ്വമേധയാഗം ബാഹ്യമായ കർമ്മകാണ്ഡ പ്രയുക്തമായ യാഗം ചെയ്താലൊന്നും കിട്ടില്ല. ഈ മനസ്സെന്നുള്ള അശ്വത്തിനെ അകമേ യജിക്കണം. ബൃഹദാരണ്യകോപനിഷത്ത് ആരംഭിക്കുന്നത് തന്നെ ഈ അശ്വമേധത്തിനെ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അകമയ്ക്ക് അഹങ്കാരത്തിനെ യജിച്ചു കഴിയുമ്പോ നമുക്ക് ആനന്ദം ഉണ്ടാവും, സ്വരൂപാനന്ദം ഉണ്ടാവും. ആ യജനത്തിനാണ് സന്യാസം എന്ന് പേര്. എന്തെങ്കിലും മനസ്സിലായോ എന്നാണ് അപ്പൊ എനിക്ക്. അപ്പോ ശാന്തി, ഇനിയും എളുപ്പത്തിൽ പറയാം, നഷ്ടപ്പെടാത്ത ശാന്തിയാണ് സന്യാസം. ആ ശാന്തി ആത്മജ്ഞാനം കൊണ്ടേ ഉണ്ടാവുള്ളൂ. ആത്മജ്ഞാനം ശാസ്ത്രപ്രയുക്തമായ വഴിയിൽ വിചാരം ചെയ്യുന്നതുകൊണ്ടേ ഉണ്ടാവുള്ളൂ. വിചാരം ചെയ്യണമെങ്കിൽ ബുദ്ധി ലോകവിഷയങ്ങളെയൊക്കെ വിട്ട് അന്തർമുഖമാവണം. ബുദ്ധി ലോകവിഷയങ്ങളിൽ നിന്നൊക്കെ വിട്ട് അന്തർമുഖമാവണമെങ്കിൽ ബുദ്ധി കർമ്മയോഗം കൊണ്ട് സംശുദ്ധമാവണം. ഇങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ ശാസ്ത്രം ഗീതയിൽ പുരോഗമിച്ചു വരുന്നത്. ആദ്യം ഇങ്ങനൊരു ലക്ഷ്യമുണ്ടെന്ന് അറിയണം. ലക്ഷ്യം ആത്മജ്ഞാനമാണെന്നറിയണം. നമ്മളെ തന്നെ നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ ഈ കാണുന്ന ശരീരമല്ല. ഈ ശരീരം നശിച്ചു പോണതാണ്. ഇതിന് ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖ ദോഷാനുദർശനം. ഭഗവാൻ പറയണത് വിവേകമുള്ള ആള് ഇവിടെ ദോഷം കാണണം എന്നാണ്. ദോഷദൃക്കായിരിക്കണം. എവിടെ? അവനവന്റെ ശരീരത്തിൽ തന്നെ ദോഷദർശനം ഉണ്ടാവണം. ദുഃഖാനി ആലോക്യ ജന്തുഷു അലം ഉദിത വിവേകോഹം ആചാര്യവർയാത് ലബ്ധ്വാ ത്വദ്രൂപ തത്വം ഗുണചരിത കഥാതി ഉദ്ഭവത് ഭക്തിഭൂമ. ആരാ പറഞ്ഞത്? എവിടെയോ പറഞ്ഞിട്ടുണ്ട്. വാൽമീകി രാമായണത്തിലോ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. പെരിയ പുരാണത്തിലോ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. നാരായണീയത്തില് ദുഃഖാനി ആലോക്യ ജന്തുഷു. ദുഃഖം ഉണ്ടെന്ന ആദ്യ ദർശനം. പിന്നെ ദുഃഖത്തിന് പരിഹാരം തരികയാണ്. ദുഃഖം എവിടുന്ന് വരുന്നു എന്നും കാണുന്നു. ശരീരമുള്ളത്തോളം കാലം ശരീരത്തിൽ നിന്നുള്ള വിഷമങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ആശ്ചര്യകരമായ അറിവിലേക്ക് വഴിതിരിയാണ്. അതായത് ശരീരമുള്ളപ്പോഴും ശരീരമില്ലായ്മ സാധ്യമാണോ എന്നാണ്. ശരീരം നമ്മളെ ബാധിക്കാത്തതായ ഒരു ഇൻസുലേഷൻ സാധ്യമാണോ? ഗുണാതീതൻ എന്ന് ഭഗവാൻ പറയണു. ആ സ്ഥിതിയിലെത്തിയാൽ നിങ്ങൾക്ക് ഈ ദുഃഖങ്ങളൊക്കെ നിങ്ങളെ വിട്ടുപോകുമെന്ന് പറയണം. തച്ഛുദ്ധം വിമലം വിശോകം അമൃതം സത്യം പരം ധീമഹി എന്ന് ഭാഗവതം. അത് ശുദ്ധം വിമലം വിശോകം, ശോകമൊക്കെ നീങ്ങിയ സത്യം പരം ധീമഹി, ആ പരമമായ സത്യത്തിനെ ധ്യാനിക്കുന്നു. ആ സത്യത്തിനെ ധ്യാനിക്കലാണ് സത്സംഗം.
സത്സംഗം എന്ന് പറയുന്നത് ഒരാൾ പറയുകയും കേൾക്കുകയും ചെയ്ത് നമ്മൾ പരസ്പരം ഒരു പാരമാർത്ഥികമായ സത്യത്തിനെ ധ്യാനിക്കാൻ പോവുകയാണ്. അതിനൊരു രാവിലെ ഒരു മണിക്കൂർ, വൈകുന്നേരം ഒരു 1.5 മണിക്കൂർ ഇരുന്നിട്ട് സത്യത്തിനെ ധ്യാനിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അസത്യത്തിനെയാണ് ധ്യാനിക്കുന്നത്. നിത്യനിരന്തരം അസത്യത്തിനെ പറയലും അസത്യത്തിനെ ധ്യാനിക്കലുമാണ് ലോകത്തില്. സത്യാഭിസന്ധാനരതോ വിമുക്ത മഹത്വം ആത്മീയമുപൈതി ശാന്തിം മിഥ്യാഭിസന്ധാനരതസ്തു നശ്യേത് ദൃഷ്ടം യതേതത് യഥചോര ചോരയോഹോ എന്ന് വിവേക ചൂടാമണി ആചാര്യസ്വാമികൾ പറയുന്നു. സത്യത്തിനെ അനുസന്ധാനം ചെയ്യുന്നവൻ വിമുക്തനായിട്ട് തീരും, സ്വതന്ത്രനായിട്ട് തീരും. സത്യത്തിനെ അറ്റ്ലീസ്റ്റ് വർഷത്തില് ഒരു 7 ദിവസം ഒരു 1.5 മണിക്കൂർ നേരം അനുസന്ധാനം ചെയ്യാണിപ്പോ. ബാക്കിയുള്ള സമയം മുഴുവൻ മിഥ്യയാണ് അനുസന്ധാനം ചെയ്യണത്. അങ്ങനെ ഇരിക്കുമ്പോ ഇത് മനസ്സിലാവണില്ല, ഇത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താർത്ഥം? ഒരു ശിഷ്യൻ ചോദിച്ചു ഗുരുവിന്റെ അടുത്ത്, എത്ര നേരം വേദാന്ത വിചാരം ചെയ്യണം? ആ സുപ്തേഹേ കാലം, ഉറക്കം വരണവരെ. അങ്ങനെ എത്ര കാലം? ആമൃതേഹേ കാലം, മരണം വരണവരെ. ആസുപ്തേഹേ ആമൃതേഹേ കാലം നയേത് വേദാന്ത ചിന്തയാന്ന്. ഉറക്കം വരുന്നവരെ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറക്കം വരുന്നവരെ ഭഗവത് ഭജനം ചെയ്യണം. അങ്ങനെ മരണം വരുന്നവരെ ഭഗവത് ഭജനം ചെയ്യണം. വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമുക്ക് ചെയ്യാൻ. എന്നാൽ നമ്മളുടെ മനസ്സപ്പ അടങ്ങുവോ ഇല്ലയോ എന്നൊന്ന് നോക്കൂ. ഇപ്പൊ അത് അടങ്ങാതിരിക്കാൻ കാരണം നമ്മള് അതിനെ കൊണ്ട് ലോകത്തില് ഉള്ള യുദ്ധക്കളത്തിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. അതിന് തിരിച്ചു വരാൻ, വീട്ടിലേക്ക് വരാൻ വഴി അറിയാതെ ഭാവം വട്ടത്തിരിയാണ് മനസ്സ്. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാൻ വഴിയറിയാതെ വട്ടത്തിരിയാ. എന്നിട്ട് പറയുന്നു മനസ്സ് അടങ്ങണില്ല എന്ന് പറയണു. വേദാന്തം കേട്ടാൽ അത് വളരെ ഡ്രൈ ആണെന്ന് പറയണു. നമ്മളുടെ മനസ്സാണ് ഡ്രൈ, വേദാന്തമൊന്നുമല്ല. ഇത് രസസ്വരൂപമാണ്. പക്ഷെ അത് ഡ്രൈ ആയിട്ട് തോന്നാൻ കാരണം നമ്മൾ മഹാ ഡ്രൈ ആണ്. നമ്മൾ വരണ്ടിരിക്കുകയാണ് ഉള്ളില്. നമ്മൾ കാണുന്നതൊക്കെ കമ്പ്യൂട്ടറും ടിവിയും പ്ലെയിനും ജഡവസ്തുക്കളൊക്കെയാണ് നമ്മളുടെ ഉള്ളിൽ മുഴുവൻ നിത്യനിരന്തരം ഭാവനയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ചൈതന്യ വസ്തുവിനെ നമ്മൾ ഡ്രൈ ആണെന്ന് പറയണു, വരണ്ടതാണെന്ന് പറയണു. ചൈതന്യം എപ്പോ രസസ്വരൂപമായിട്ട് തീരും? ഈ ജഡത്തിൽ നിന്ന് പതുക്കെ പിടിപിടിവിക്കണം. അതിനുള്ള എന്താ പറയാ, ആർട്ട് ഓഫ് ലിവിങ്. അതാണ് ശരിയായ ആർട്ട് ഓഫ് ലിവിങ്. അല്ലാതെ ഇത്തിരി മൂച്ചു പിടിച്ചാൽ ഒന്നും പോരാ. നിങ്ങൾ എന്ത് വിചാരിച്ചാലും ശരി, ദേഷ്യപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ആർട്ട് ഓഫ് ഡൈയിങ്. ആക്ച്വലി യു ഹാവ് ടു ലേൺ ടു ഡൈ വെൻ യു ആർ അലൈവ്. അപ്പോഴാണ് ആനന്ദം ഉണ്ടാവുക. എന്തൊക്കെയോ പറയാൻ തോന്നുന്നു. അപകടമാണ്, മിണ്ടാതിരിക്കണോ, മൗനമായിട്ടിരിക്കണം എന്നാണ്. ജീവിതം ഭഗവാന് സമർപ്പിതമാകുമ്പോ സഹജമായിട്ട് അത് ആനന്ദപൂർണമായും കലയുമായി തീരും. ഭഗവാന് സമർപ്പിതം എപ്പാവും? നിത്യനിരന്തര ഭഗവത് സ്മരണ ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ എങ്ങനെ സമർപ്പിതമാവും? എല്ലാം നമ്മൾ നമ്മളുടെ പാട്ടിന് പോയിട്ടോ ഗുരുവായൂരപ്പൻ നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗുരുവായൂരപ്പനെ തിരിഞ്ഞേ നമ്മൾ നോക്കണില്ല. എപ്പോ സമർപ്പിതമാവുന്നു ആ സമർപ്പണത്തിനാണ് വളരെ സത്സംഗം. അതിനാണ്. അപ്പോ സത്സംഗത്തിന്റെ പ്രയോജനം എന്താ? പതുക്കെ പതുക്കെ നമ്മളുടെ മനസ്സില് സത്യത്തിനെ അനുസന്ധാനം ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കലാണ് ആദ്യപടി. അടുത്ത അധ്യായം അതാണ്. ഈ അധ്യായം കഴിഞ്ഞാൽ അടുത്ത അധ്യായം ധ്യാനയോഗമാണ്. ധ്യാനം എന്ന് വെച്ചാൽ എന്താ? തൈലധാര പോലെ അനുസന്ധാനം. എണ്ണ ഒരു പാത്രത്തിൽ നിന്ന് മറ്റേ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ വിച്ഛിത്തിയില്ലാതെ ഒഴുകില്ലേ എണ്ണ? അതുപോലെ നമ്മൾ ആദ്യം മനസ്സിനെ ഒരു വിഷയത്തിന് ചിന്തിക്കുമ്പോൾ അതിനെ തന്നെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു. രാമായണം എടുത്ത് ചിന്തിച്ചാൽ ആദ്യം മുതൽ ദശരഥന് 4 പുത്രന്മാര് ജനിച്ചു എന്ന് തൊട്ട് തുടങ്ങി വേറെ ഒരു ചിത്തവൃത്തി ഇടയിൽ വരാൻ പാടില്ല. അങ്ങനെയൊന്നും ചിന്തിച്ചു നോക്കൂ. ഇതാണ് മനനം എന്ന പേര്. മനസ്സുകൊണ്ടുള്ള മനനം ഇതാണ്. അധ്യാത്മവിദ്യാമനനം വേറെയാണ്. അത് വരട്ടെ. ഒരു ചിന്തിക്കാൻ ആദ്യം പഠിക്കുകയാണ് നമ്മള്. നമ്മളുടെ ആ ഫാക്ടറിയൊക്കെ കേടുവന്നു പോയിരിക്കുകയാണ്. മെഷീനൊക്കെ പലതും 1, 1, 2 തൊട്ട് തുടങ്ങി കേടുവരുത്താൻ തുടങ്ങിയതാണ് നമ്മളത്.
നമ്മൾ ആകെപ്പാടെ ചെയ്തിരിക്കുന്നത് കേടുവരുത്തൽ മാത്രമാണ്. ഭഗവാൻ തന്ന ഇൻസ്ട്രുമെന്റ്സിനെ മുഴുവൻ കേടുവരുത്തി കളഞ്ഞിട്ട് ഇപ്പൊ പറയണു നമ്മൾക്കത് പിടിച്ചാ കിട്ടണില്ല എന്ന് പറയണു. ഇപ്പൊ തുടങ്ങിയാൽ മതി. ഏത് വയസ്സിലും തുടങ്ങാം, ഏത് വാർദ്ധക്യത്തിലും തുടങ്ങാം. ഒരു കോശത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഈ ശരീരത്തിന് ഒരു ഭാഗം നന്നായിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നന്നാവും. നമുക്ക് മുക്തിമാർഗം എന്നും തുറന്നാണ് ഇരിക്കുന്നത്. ബ്രഹ്മബീജം എല്ലാവരുടെ ഉള്ളിലും കിടക്കുന്നു. ജ്ഞാനത്തിനുള്ള വിത്ത് എല്ലാവരുടെ ഉള്ളിലും കിടക്കുന്നു. അതിന് ശ്രവണം ഒരു ആദ്യ സന്ദർഭമാണ്. ശ്രവണത്തിന് നമ്മൾ പക്വപ്പെടണം. പക്വപ്പെട്ടിട്ട് ശ്രവിച്ച ആ വിദ്യയുമായി ജീവിക്കണം. ശ്രുതി അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ നമുക്കൊരു ഉപനിഷത്താണ്. ഇരുന്ന് ഈ കേൾക്കുന്നതും പറയുന്നതും ഒക്കെ ശ്രുതിയിൽ തന്നെ ശിഷ്യന്മാരും ഗുരുവും കൂടെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കേട്ടത് മറക്കാതിരിക്കട്ടെ, അവിസ്മരണമസ്തു അവിസ്മരണം മേ അസ്തു. ഞങ്ങൾ മറക്കാതിരിക്കട്ടെ. ഉപനിഷത്സു ഏ ധർമാഹ തേ മയി സന്തു. ഉപനിഷത്തുകളിൽ ഏതൊരു ധർമ്മമൊക്കെയാണോ പറയപ്പെട്ടിരിക്കുന്നത് ആ ധർമ്മങ്ങൾ എന്നിൽ ഉണ്ടാവട്ടെ. മാഹം ബ്രഹ്മനിരാകുര്യാം. ഞാൻ ഇങ്ങനെ ഒരു പരമസത്യമുണ്ടെന്നുള്ളതിനെ നിഷേധിക്കാതിരിക്കട്ടെ. നിഷേധിക്കാന്ന് വെച്ചാൽ വായു കൊണ്ടല്ല, എന്റെ ജീവിതം കൊണ്ട് നിഷേധിക്കാതിരിക്കട്ടെ. എന്നുവെച്ചാൽ നിത്യനിരന്തരം അതിനെ അനുസന്ധാനം ചെയ്യുമാറാകട്ടെ. മാഹം ബ്രഹ്മനിരാകരോത്ത്. എന്നെ ഭഗവാൻ ഉപേക്ഷിക്കാതിരിക്കട്ടെ. എന്ന് വെച്ചാലോ ആ ഭഗവത് കൃപ എനിക്ക് സിദ്ധിക്കട്ടെ, എനിക്ക് അനുഭവം ഉണ്ടാവട്ടെ, എന്റെ ജീവിതം പൂർണ്ണമാവട്ടെ. ഇങ്ങനെയൊക്കെ സെന്ററിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സങ്കല്പം ചെയ്ത് നമ്മളുടെ ഉള്ളിൽ ആദ്യം ഒരു അഗ്നിയെ ഉണർത്തണം. സങ്കല്പം എന്ന് പറയുന്നത് അഗ്നിയാണ്. ഉപനിഷത്ത് പറയുന്നു സങ്കല്പം ഒരു അഗ്നിയാണെന്നാണ്. ആഗ്രഹം ഒരു അഗ്നിയാണ്, കാമം ഒരു അഗ്നിയാണ്. ആഗ്രഹിച്ചു തുടങ്ങിയാൽ ആ അഗ്നി ഉണരും. ആഗ്രഹം നമുക്കിപ്പോ ആഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? പതുക്കെ ആഗ്രഹത്തിനെ നമ്മളിലേക്ക് തന്നെ തിരിക്കും. നമ്മൾക്ക് ഹിതം ചെയ്യാനായിട്ട് തിരിക്കുന്നു. എന്നിട്ട് രാവിലെ മുതൽ രാത്രി വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണം. പ്രാർത്ഥനയൊക്കെ അതാണല്ലോ. പ്രാർത്ഥനയൊക്കെ ഭഗവാനെ ആഗ്രഹിക്കലാണല്ലോ. ഭഗവാനെ ഈ ശരീരത്തിലെ ഉള്ള ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ആ പരമസത്യത്തിനെ എനിക്ക് അറിയണം. ഭഗവത് സാക്ഷാത്കാരം എനിക്ക് ഉണ്ടാവണം. ഭഗവത് അനുഭവം എനിക്ക് ഉണ്ടാവണം എന്ന് അങ്ങനെ ആ സങ്കല്പം മുഴുവൻ അങ്ങോട്ട് ആയിക്കൊണ്ട് ലോകകർമ്മങ്ങളൊക്കെ ചെയ്തുകൊള്ളുക. പക്ഷെ ഉള്ളിൽ ഈ സങ്കല്പത്തിനെ ഇങ്ങനെ പൊന്തിച്ചു കൊണ്ടുവന്നാൽ അത് പതുക്കെ 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 ഒരു അഗ്നിയായി ഉണരും ഉള്ളിൽ. ഇത് വളരെ ആന്തരികമായ കർമ്മമാണ്. ആ അഗ്നി ഉണർന്നു കഴിയുമ്പോ അർജുനനെ പോലെ അല്ലെങ്കിൽ പരീക്ഷത്തിനെ പോലെ, അർജുനൻ ത്രിപോരാ, പരീക്ഷത്തിനെ പോലെ മറ്റൊരിടത്തിലേക്കും ചിത്തം ചലിക്കാതെ ആഹാരവിഹാരാദികളിൽ പോലും രുചിയില്ലാതെ ഈ വിഷയത്തിനെ ശ്രവിക്കാൻ കഴിയും. ശ്രവിക്കാൻ കഴിയുന്നത് മാത്രമല്ല, ശ്രവിക്കുമ്പോ തന്നെ ഭഗവാൻ ഭാഗവതത്തിൽ പ്രചേതസ്സുകൾക്ക് ഉപദേശിക്കുമ്പോൾ പറയുന്നു, നിങ്ങൾ ഗൃഹസ്ഥാശ്രമത്തിലിരുന്നാലും ന ബന്ധായ ഗൃഹാമതാഹ. ഗൃഹസ്ഥാശ്രമമൊന്നും നിങ്ങളെ ബന്ധിക്കില്ല. ഇടയ്ക്ക് നല്ല സത്യദർശികളായ ഭാഗവതന്മാരിൽ നിന്നും ഈ സത്യത്തിനെ നിങ്ങൾ കേട്ടറിയുകയാണെങ്കിൽ നവ്യവത് ഹൃദയേ യജ്ഞഃ ബ്രഹ്മൈതത് ബ്രഹ്മവാദിഭി. ഈ ബ്രഹ്മത്തിന് എന്താ പേര് പറഞ്ഞതെന്ന് വെച്ചാൽ ജ്ഞഃ, ഒറ്റ അക്ഷരമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ, സ്മോളസ്റ്റ് ആൽഫബറ്റ്. അതുപോലെ സംസ്കൃതത്തിൽ ഒരു അക്ഷരമേ ഉള്ളൂ, ജ്ഞഃ എന്നുവെച്ചാൽ അറിവേ ജ്ഞപ്തി ചൈതന്യമേ സ്വരൂപമായിട്ടുള്ള ആ ഭഗവാൻ പതുക്കെ 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 ഹൃദയത്തിൽ മധുരമധുരമായി നുണഞ്ഞു പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ശ്രവിക്കും തോറും ഹൃദയത്തിൽ ഭഗവാൻ അങ്ങനെ തെളിഞ്ഞ് ഭഗവത് ആനന്ദം, ഭഗവത് പ്രേമം, ശാന്തി, ജ്ഞാനം, നിത്യത്വം, അമൃതത്വം ഹൃദയത്തിൽ പ്രകാശിക്കും. ബ്രഹ്മവാദികളായിട്ടുള്ള ഔപനിഷദരായിട്ടുള്ള ഋഷികൾ ഏതൊന്നിനെ ബ്രഹ്മമെന്ന് പറയുന്നുവോ അത് ഉള്ളിലങ്ങനെ ചിത്സ്വരൂപമായി ചിദാനന്ദമായിട്ട് തെളിയും. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ന ബന്ധായ ഗൃഹാമതാഹ, ഗൃഹമൊന്നും നിങ്ങളെ ബന്ധിക്കില്ല. ശ്രവണം ഒരു സാധനയും പറഞ്ഞില്ല. നിങ്ങൾ ജപിക്കൂ എന്ന് പോലും പറഞ്ഞില്ല, പ്രാണായാമം ചെയ്യൂ എന്ന് പറഞ്ഞില്ല, യോഗസാധന ചെയ്യൂ എന്ന് പറഞ്ഞില്ല, നിങ്ങളായിട്ട് എന്തെങ്കിലും പഠിക്കൂ എന്ന് പറഞ്ഞില്ല. നിങ്ങൾ അത്യധികം ആദരവോടുകൂടെ ഭക്തിയോടുകൂടെ ശ്രവണം ചെയ്യുമ്പോ അറിയാതെ എവിടെയോ ഒരിടത്തും ആ ബ്രഹ്മബീജം ഉള്ളിൽ വീഴും.
ഉള്ളിൽ വീഴാന്ന് വെച്ചാൽ എല്ലാവരുടെ ഉള്ളിലും ആ ബീജമുണ്ട്. സത്സംഗത്തിൽ ആ ബീജത്തിലേക്ക് തീർത്ഥം വീഴുമെന്ന് വെച്ചോളുക. ആ ബീജം എവിടെയോ പൊട്ടി മുളയ്ക്കും. എപ്പോഴോ ഒരു സമയം നമ്മളുടെ ശ്രദ്ധ ശബ്ദശക്തിയുടെ അചിന്ത്യമായ ശക്തി കൊണ്ട് ആഹതമായിട്ട് നമ്മളുടെ ശ്രദ്ധ അന്തർമുഖമാവുകയും മനസ്സെന്ന് പറയുന്ന സങ്കല്പശക്തി വിരമിക്കുകയും കേവലമായ ചിത്ത് ഉള്ളില് ഒരു സെക്കൻഡ് നേരമെങ്കിലും തെളിയുകയും ചെയ്താൽ നമുക്ക് കാര്യം തെളിഞ്ഞു. ആ ചിത്തിൽ നിന്നാണ് പിന്നെ മനസ്സ് പൊന്തണതെന്ന് മനസ്സിന്റെ ഉറവിടം നമ്മൾ കാണും. ചിദഗ്നികുണ്ഠ സംഭൂത എന്നൊരു നാമമുണ്ടല്ലോ ലളിതാ സഹസ്രനാമത്തിൽ. ചിത്താവുന്ന അഗ്നികുണ്ഡത്തിൽ നിന്നും ഈ മനസ്സ് പൊന്തി വന്ന് ശക്തിയായും ജഡശക്തിയായിട്ടും ഒക്കെ പെരുകണത് നമ്മൾ അകമേ കാണും. അത് ഒരിക്കൽ അകമയ്ക്ക് ആ അഗ്നിയെ കണ്ടു കഴിയുമ്പോ തന്നെ നമ്മളുടെ യഥാർത്ഥ വീട് കണ്ടു കഴിഞ്ഞു. കൊച്ചിയിൽ വന്നാൽ ആദ്യം തന്നെ ഒരു വീട്ടില് ബാഗും ഒക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സ്വസ്ഥമായി ടൗണൊക്കെ കാണാൻ പോവാം അല്ലേ, പട്ടണം ചുറ്റാൻ പോവാം. കൊച്ചി കാണാൻ വന്നിട്ട് ഒരിടത്തും റൂമൊന്നും എടുക്കാതെ ഈ ബാഗൊക്കെ തലയിൽ വെച്ചുകൊണ്ട് നടക്കണ പോലെയാണ് ഇപ്പൊ നമ്മളുടെ സ്ഥിതി. നമ്മളുടെ യഥാർത്ഥ ധാമം അകമയ്ക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ ഭഗവാൻ പറയണത് അവിടെ ഇരുന്നു കൊണ്ട് നീ കർമ്മം ചെയ്യൂ. യോഗസ്ഥ കുരു കർമാണി. അവിടെ ഇരുന്നു കഴിഞ്ഞാൽ നിനക്കറിയാം ഞാനൊന്നും ചെയ്യണില്ല എന്നറിയാം. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് ഈ അധ്യായത്തിലെ ഉപദേശമാണ്. ഒന്നും ഞാൻ ചെയ്യണില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് അത്രേ പ്രവർത്തിക്കണത്. അതുകൊണ്ട് യാതൊന്നും ബന്ധിക്കണില്ല. അയാൾ ചലിക്കുമ്പോഴും അയാൾ നിശ്ചലനാണ്, അയാൾ ചിന്തിക്കുമ്പോഴും അയാൾ നിശ്ചലനാണ്, അയാൾ പ്രവർത്തിക്കുമ്പോഴും അയാൾ നിശ്ചലനാണ്. അത്തരത്തിൽ പരസ്പരം വിരുദ്ധമെന്ന് നമ്മളുടെ അറിവ് കൊണ്ട് തോന്നാവുന്നതും അതേസമയം നമുക്ക് സ്വാഭാവികമായിട്ടുള്ളതും ആയ ഈ സദ്വിദ്യയാണ് ഇവിടെ ഭഗവാൻ ബോധിപ്പിക്കുന്നത് അർജുനനെ. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ 4ാമത്തെ അധ്യായത്തിൽ അവസാനം പറഞ്ഞു, യോഗസന്യസ്ത കർമാണം ജ്ഞാനസംഛിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. സന്യാസം എന്ന് വെച്ചാൽ എന്താ? യോഗസന്യസ്ത കർമാണം. ഇവിടെ കർമ്മ എന്നുള്ള വാക്കിന് ജോലി എന്നോ ആക്ഷൻ എന്നോ അർത്ഥമല്ല. കർമ്മ എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള വാസനയാണ്, ആഗ്രഹങ്ങളാണ്, സങ്കല്പമാണ്, നമ്മളുടെ ഉള്ളിലുള്ള ഡ്രൈവ്സ് ആണ്. നമ്മളുടെ ശരീരത്തിനെ പലതിലും കൊണ്ട് ചാടിക്കുന്ന വേഗങ്ങളെയാണ് ഭഗവാൻ ഇവിടെ കർമ്മം എന്ന് പറയുന്നത്. ആ വേഗങ്ങളെ എങ്ങനെ ശമിപ്പിക്കും? യോഗം കൊണ്ട് അകമേക്ക് ആ കർമ്മങ്ങളൊക്കെ സന്യസിക്കപ്പെടണമെന്നാണ്. പിന്നെ കർമ്മയോഗത്തിനെ കുറിച്ചുള്ള ഒരു സംശയവും നിങ്ങളുടെ ഉള്ളിൽ അസ്തമിക്കാൻ പാടില്ല. ഒന്നും നിൽക്കാൻ പാടില്ല, ഒക്കെ അസ്തമിക്കണം. ഒരു സംശയവും നിൽക്കാൻ പാടില്ല. ജ്ഞാനസംഛിന്ന സംശയം, സന്ദേഹങ്ങളൊക്കെ നീങ്ങിയിട്ട് ആത്മവന്തം, ആത്മാവിലിരിക്കുന്നവനെ കർമാണിനെ നിബധ്നന്തി എന്നുവെച്ചാൽ ആത്മജ്ഞാനിയായി ലോകത്തിൽ പ്രവർത്തിക്കുന്നവനെ കർമ്മങ്ങൾ ബന്ധിക്കില്ല. ഹേ അർജുന, തസ്മാത് അതുകൊണ്ട്, അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന അതുകൊണ്ട് അജ്ഞാനസംഭൂതം ഹൃത്സ്ഥം ജ്ഞാനാസിനാത്മനഃ ചിത്വേനം സംശയം യോഗമാതിഷ്ഠ ഉത്തിഷ്ഠ ഭാരത. എഴുന്നേക്കൂ എന്നാണ്, ഉത്തിഷ്ഠ എഴുന്നേക്കൂ എന്നാണ്. ഇനിമേലാൽ ഇത്തരത്തിൽ വിഷമം അരുത്, എഴുന്നേക്കൂ. ഹേ ഭാരത, പ്രകാശത്തിൽ രമിക്കുന്നവനെ, ഉത്തിഷ്ഠ എഴുന്നേക്കൂ. എങ്ങനെയാ എഴുന്നേക്കേണ്ടത്? യോഗസന്യസ്ത കർമാണം. തസ്മാത് അജ്ഞാനസംഭൂതം. നിനക്ക് പല സംശയങ്ങൾ ഉണ്ടാവുണ്ടല്ലോ, ഈ സംശയമൊക്കെ അജ്ഞാനത്തിന് ഉണ്ടാവണതാണ്. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, ചെയ്യാൻ പാടില്ലേ? രമണ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചാൽ ഭഗവാൻ ചോദിക്കും, ഈ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്ന ആളാരാണോ എന്ന് ചോദിക്കും. അയാളെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സംശയമൊന്നും വരില്ല. ഞാൻ കർമ്മം ചെയ്യണോ കർമ്മം ഉപേക്ഷിക്കണോ? ഈ കർമ്മം ചെയ്യുന്നവനാര്, ഉപേക്ഷിക്കുന്നവനാര്?
ഞാൻ തന്നെ, ഈ ഞാൻ ആരാ എന്ന് ആരാഞ്ഞ് ഉള്ളിൽ ചെല്ലുമ്പോ ഈ ഞാൻ എന്നുള്ള അഹങ്കാരം ഒന്നും ചെയ്യുന്നില്ലെന്നും അത് വെറൊരു തോന്നലാണെന്നും അകമയ്ക്ക് ദേവാത്മശക്തിയെ സ്വഗുണൈഹി നിഗൂഢാം ദേവാത്മശക്തിം പശ്യതി. സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ട് കളങ്കപ്പെട്ടതായിട്ട് കാണപ്പെടുന്ന ദേവാത്മശക്തിയെ ഉള്ളിൽ കാണും. ആ ശക്തി ഈ ശരീരത്തിനെ ചേഷ്ടിപ്പിച്ചിട്ടാണ് കണ്ണിലൂടെ കാണുന്നതും കേൾക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. ആ ശക്തിക്ക് തന്റെ ശരീരത്തിനെ സമർപ്പിച്ചു കൊടുത്ത് താൻ സ്വസ്ഥമായിട്ടിരിക്കും. വിചാരം ചെയ്യുന്നവൻ. ഭാഗവതത്തിലും ഉദ്ധവരോടത്ത് എത്ര പറഞ്ഞാലും ഭഗവാനെ സംശയം തരണില്ല എന്ന് പറയണ്ട ഉദ്ധവര്. അപ്പൊ ഭഗവാൻ അപ്പോഴാണ് കൃഷ്ണൻ രമണ മഹർഷിയുടെ മാർഗം എടുക്കണത് ഭാഗവതത്തിൽ. അപ്പോ ഭഗവാൻ പറഞ്ഞു, ഹേ ഉദ്ധവരെ, ഈ ജീവൻ സയേഷ ജീവ വിവരപ്രസൂതി, ഏതോ ഒരു ദ്വാരത്തിൽ നിന്നും പുറത്തു വന്ന് പ്രാണനെയൊക്കെ കൂട്ടുപിടിച്ച് സ്ഥവിഷ്ടനായിട്ട് തീർന്ന് ശരീരവും ലോകവും ഒക്കെ ആയിട്ട് ഉദ്ധവരിങ്ങനെ ഭ്രമിച്ചു നിൽക്കുകയാണ്. ഞാനിപ്പോ കൃഷ്ണനോട് ചോദിച്ചത് എനിക്ക് സംശയം തരണില്ല എന്നാണ്. അതിന് ഉത്തരം പറയണതിന് പേര് ഈ ജീവൻ എവിടുന്നോ പൊന്തി വരുന്നു എന്നൊക്കെയാണ് കൃഷ്ണൻ പറയണത്. അതായത് ഭഗവാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ ഞാനെന്നുള്ള വ്യക്തിത്വം പൊന്തി വന്നിട്ടാണല്ലോ സംശയവും കർമ്മങ്ങളും ഒക്കെ വരുന്നത്. ഈ വ്യക്തിത്വം എവിടെന്ന് പൊന്തുണു എന്ന് അന്വേഷിച്ചു നോക്കിയാൽ അത് ഉദിക്കില്ല, ഉദിക്കണില്ലെന്ന് മനസ്സിലാവും. സംശയിക്കുന്ന ആളെ സംശയിച്ചാൽ സംശയമൊക്കെ അസ്തമിക്കും. ചിത്വേനം സംശയം. ഈ സംശയത്തിനെ എങ്ങനെ ഛേദിക്കാം? സംശയിക്കുന്നവനെ ഛേദിച്ചു കളയാം. സൂക്കേട് മാറാൻ പോയ ഡോക്ടറുടെ അടുത്തേ ഡോക്ടർ ആളെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞാൽ എങ്ങനെയാ അല്ലേ? സൂക്കേട് മാറിയിട്ട് തിരിച്ചു വരണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഡോക്ടർ പറയണു ഇതൊന്ന് കഴിച്ചാലൊക്കെ ശരിയാവും. സൂക്കേട് മാറുമല്ല, ശരീരമേ ഉണ്ടാവില്ല. അധ്യാത്മവിദ്യ അങ്ങനെയാണ്. ഒരു ടാബ്ലറ്റ് തരാം, ആ ടാബ്ലറ്റോട് കൂടെ നിങ്ങൾ ഉണ്ടാവില്ല. പിന്നെ എന്നുവെച്ചാൽ എന്താ അർത്ഥം? എല്ലാ പ്രശ്നങ്ങളുടെയും മൂലമായ അഹങ്കാരം, പേഴ്സണാലിറ്റി അവയർനെസ്, ഇൻഡിവിജ്വാലിറ്റി സെൻസ്, ഇറ്റ് ഡിസപ്പിയേഴ്സ്. അത് സത്യമല്ലെന്നറിയാം. മറ്റൊരു സത്തയെ മാത്രം നമ്മളുടെ ഉള്ളിൽ കാണും. അതിനെ കണ്ടിട്ട് വീണ്ടും ശരീരമണ്ഡലത്തിൽ വരുമ്പോ നമുക്ക് ഭക്തിയെ അവലംബിച്ചിരിക്കാം. ഭഗവാന്റെ കയ്യിൽ യന്ത്രമാണെന്ന് പറഞ്ഞിരിക്കാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ആ ഉള്ളിലുള്ള അന്തര്യാമിയുടെ ശക്തിക്ക് സമർപ്പിതമാണെന്ന് നമ്മൾ കാണും. ആ ശക്തി നമ്മുടെ ശരീരത്തിനെ ചേഷ്ടിപ്പിക്കുന്നത് നമ്മൾ കാണും. ആ ശക്തിയാണ് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് കാണും. ആ ശക്തിക്ക് നമ്മൾ ആ ശക്തിയുടെ കയ്യില് ഒരു യന്ത്രമായിട്ട് ലോകത്തിൽ വർത്തിച്ചാൽ ആനന്ദം ഉണ്ടാവും. അപ്പോ കർമ്മയോഗം, ജ്ഞാനം, അകർമ്മം, 3 മണ്ഡലമാണ്. സാധകന് കർമ്മയോഗം, സിദ്ധന് അകർമ്മം, രണ്ടിനും നടുവില് ജ്ഞാനം. സാധകദശയിൽ ചിത്തശുദ്ധിക്കായി കർമ്മയോഗം. ജ്ഞാനി കർമ്മയോഗിയല്ല, അകർമ്മിയാണ്. വിദുഷാക്രിയമാണം കർമ്മ അകർമ്മൈവ. സാധകനാണ് കർമ്മത്തിനെ കർമ്മയോഗമാക്കി ചെയ്യുന്നത്. സാധാരണ ആളുകൾക്ക് കർമ്മരോഗമാണ്. അവര് പ്രവർത്തിക്കാൻ വേണ്ടിയൊന്നുമല്ല, അവരുടെ ഉള്ളിലുള്ള ഡിസ്റ്റർബൻസിനെ പുറത്തെറിയലാണ് നമ്മൾ പ്രവൃത്തി എന്ന് പറയണത്. കർമ്മം കർമ്മയോഗമാവുന്നത് ഫലേച്ഛയില്ലാതെ ആരാധനാഭാവത്തിൽ പൂജയായിട്ട് ഒക്കെ ചെയ്യുമ്പോൾ കർമ്മം കർമ്മയോഗമാവും. അത് ചിത്തം ശുദ്ധമാവുമ്പോ ആത്മജ്ഞാനത്തിന് കാരണമായിട്ട് തീരും. അപ്പൊ അയാൾക്ക് സന്യാസം ഉണ്ടാവും. എന്നുവെച്ചാൽ അയാൾക്ക് ചിലർ വന്ന് ബാഹ്യകർമ്മങ്ങളൊന്നുമില്ലാതെ ശരീരനിർവഹണത്തിന് വേണ്ടി കർമ്മങ്ങൾ പോലും ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമില്ലാതെ ചെയ്യും. ഇതൊക്കെ ശ്രീശങ്കരൻ വളരെ വ്യക്തമായിട്ട് ഈ അധ്യായത്തിൽ പറയുന്നു. ശരീരനിർവഹണ കർമ്മം, അതായത് ഉണ്ണാ ഉറങ്ങാ മറ്റു കാര്യങ്ങളൊക്കെ പോലും ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമില്ലാതെ അയാൾ ജ്ഞാനി അകർമ്മിയായിട്ട് ലോകത്തിൽ വർത്തിക്കും.
അപ്പൊ അയാൾക്ക് കർമ്മയോഗമൊന്നും പ്രശ്നമല്ല. അയാൾ കർമ്മയോഗിയല്ല, അയാള് കർമ്മത്തിനെ ഉപേക്ഷിക്കുന്നവനുമല്ല. ഇപ്പൊ ഈ അധ്യായത്തിൽ അർജുനൻ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഈ അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. അതിനാണ് ഈ ഇൻട്രഡക്ഷൻ പറഞ്ഞത്. കർമ്മത്തിനെ യോഗമായിട്ട് ചെയ്യുന്നതാണോ ശ്രേഷ്ഠം, കർമ്മത്തിനെ ഉപേക്ഷിക്കുന്നതാണോ ശ്രേഷ്ഠം എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ആദ്യത്തെ ശ്ലോകം അർജുനോവാച. പോയോ? അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യച്ഛ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. സന്യാസം പരിത്യാഗം കർമ്മണാം ശാസ്ത്രീയാണാം അനുഷ്ഠേയ വിശേഷാണാം ശംസസി പ്രശംസസി പുനഃ യോഗം ച തേഷാമേവ അനുഷ്ഠാനം അവശ്യം കർത്തവ്യം ശംസസി അതഃ മേ കതരത് ശ്രേയഃ ഇതി സംശയഃ. ഏതാണ് ശ്രേയസ്കരം? കർമ്മത്തിനെ ചെയ്യണമെന്ന് അങ്ങ് തന്നെ പറയുന്നു. സന്യാസവും ശ്രേഷ്ഠമാണെന്ന് പറയുന്നു. സന്യാസം എന്ന് വെച്ചാൽ നമ്മളെ പോലെ തന്നെ അർജുനനും ധരിച്ചിരിക്കുന്നത് എല്ലാം ഉപേക്ഷിക്കലാണ്. അപ്പോ ഞാൻ എല്ലാം ഉപേക്ഷിക്കട്ടെ. അപ്പൊ ഉപേക്ഷിക്കാൻ പുറപ്പെടുമ്പോ അങ്ങ് പറയുന്നു കർമ്മണ്യേവ അധികാരഃ തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭൂഃ മാ തേ സംഗോസ്തു അകർമ്മണി എന്ന് അവിടുന്ന് തന്നെ ഉപദേശിക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? സന്യാസം കർമ്മണാം പുനഃ കർമ്മയോഗം ച ശംസസി യത് ശ്രേയഃ ഏതയോരെ. ഇതിലേതെങ്കിലും ക്ലിയർ ആയിട്ടൊന്ന് പറയാം. അത് ഞാൻ ചെയ്യാം. അധ്യാത്മ സാധകന്മാരൊക്കെ അവരവരുടെ മനസ്സിനെ തന്നെ അറിയാത്തവരാണ് പലരും. അവരൊക്കെ പറയും ക്ലിയർ ആയിട്ടൊരു മാർഗം പറയൂ എന്നാണ്. ഒരാൾക്ക് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും വഴി പറഞ്ഞു തരും. അപ്പൊ അദ്ദേഹത്തിനോട് ജ്ഞാന വിചാരം ചെയ്യാൻ ഉപദേശിച്ചു. അദ്ദേഹം പറഞ്ഞു അയ്യോ ഇതൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് പ്രാക്ടിക്കലായിട്ട് വല്ലതും ചെയ്യാൻ പറഞ്ഞു തരുന്നു. അപ്പൊ പറഞ്ഞു ഓ ധാരാളം പറഞ്ഞു തരാലോ. ഒരു കാര്യം ചെയ്യൂ, നാളെ മുതൽ രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഒരു മണിക്കൂർ നാമജപം ചെയ്യൂ. രാത്രി കിടക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ നാമജപം ചെയ്യുന്നു. ശരി പറഞ്ഞ് പോയിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ് ഇയാള് നമ്മളെ കാണുമ്പോ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ്. അപ്പൊ ഒരു ദിവസം പിടിച്ചിട്ട് ചോദിച്ചു എന്താ ചോദിച്ചു. ചെയ്യാൻ പറ്റണില്ല. പ്രാക്ടിക്കൽ എന്ന് നമ്മൾ പറയണം. നമ്മളുടെ ശരീരത്തിനെ മനസ്സിനെ തന്നെ നമ്മൾ അറിയാതെയാണ് പ്രായോഗികം എന്നൊക്കെ വാക്കൊക്കെ പറയണതേ. എന്നാ ശരി ചെയ്യൂ എന്ന് പറഞ്ഞാൽ എളുപ്പമായിട്ട് ഒന്ന് ഉപദേശിച്ചാൽ ഞാൻ ചെയ്യാൻ പറ്റണില്ല. ചിലതൊക്കെ നമ്മൾ വളരെ പ്രായോഗികമെന്ന് തോന്നും, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല. അപ്പോഴാണ് മനസ്സിലാവണം നമ്മളുടെ ശരീരം നമ്മളുടെ അല്ല എന്നുള്ളത്. അപ്പോഴാണ് നമുക്കറിയാം. ഇതിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് പുറപ്പെടുമ്പോഴാണ് അത് പറഞ്ഞാൽ കേൾക്കാത്ത ചെക്കനെ പോലെ നടക്കും. നീ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, ഞാൻ എന്റെ വഴിക്ക് പോവാന്ന് പറയാം. വിളിച്ചാൽ കേൾക്കില്ല. അത് മൂഡ് ഓഫ് മൂഡ് ഓൺ ഒക്കെ ഉണ്ട് അതിന്. അത് എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യും, എപ്പോഴെങ്കിലും ഒക്കെ വിട്ടിട്ട് പോകും. ഇങ്ങനെയൊക്കെയാണ് സത്വരജസ്തമോ ഗുണങ്ങളുടെ സന്തതിയാണത്. അപ്പോ അർജുനനെ ഇപ്പൊ ചോദിക്കുന്നതും അതാണ്. ഞാൻ കർമ്മത്തിനെ ഉപേക്ഷിക്കണോ, കർമ്മത്തിനെ കർമ്മയോഗമായിട്ട് ചെയ്യണോ, അല്ല സന്യസിക്കണോ? ഇതിനു മുമ്പ് ഒരിക്കൽ സന്യാസി വേഷമൊക്കെ കെട്ടിയിട്ട് പോയ ആളാണ്. എന്നിട്ടാണ് സുഭദ്രയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. ഇങ്ങനെയുള്ള ആളാണ് പറയണത് അങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ഞാൻ കർമ്മയോഗം ചെയ്യാം എന്നൊക്കെ വളരെ പറഞ്ഞാൽ ഡൂസ് ആൻഡ് ഡോൺസ് അല്ലേ. എല്ലാ അധ്യാത്മ ഈ മതങ്ങളൊക്കെ തന്നെ ലോകത്തില് എല്ലാ മത അനുയായികൾക്കും ഡൂസ് ആൻഡ് ഡോൺസ് കൊടുത്തിട്ടുണ്ട്. ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാൻ പാടില്ല. അത് പഠിക്കുമ്പോ തന്നെ അവരതിനുള്ള ലൂപ്പ് ഹോളൊക്കെ കണ്ടുപിടിക്കും. ഏത് പാഠശാലയിലൊക്കെ ആചാരങ്ങളൊക്കെ ഉണ്ട്, ആചാരങ്ങളൊക്കെ ചെയ്യുമ്പോ തന്നെ അവരതിനു വേണ്ട ലൂപ്പുകളൊക്കെ കണ്ടുപിടിച്ചോളും. കുളിക്കുക, രാവിലെ തണുപ്പ് കാലമാകുമ്പോ കുളിക്കുക എന്ന് വെച്ചാൽ കുളിക്ക് പല കുളിയും ഉണ്ട് അവർക്ക്. വെള്ളത്തിനെ കണ്ടാ മതി, കുളിച്ചിട്ട് വരുന്നവരെ കണ്ടാ മതി, കുളിച്ചു എന്ന് സങ്കല്പിച്ചാ മതി. എന്തിനും നമ്മളുടെ ബുദ്ധി വ്യാഖ്യാനം കൊടുത്തോളും. അപ്പോ സന്യാസം
കർമ്മയോഗം രണ്ടും ഭിന്നപുരുഷ അനുഷ്ഠേയമാണോ, അഥവാ ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? അർജുനൻ ചോദിക്കണത് എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തരൂ. സന്യാസം കർമ്മണാം കൃഷ്ണ, അങ്ങ് പറയുന്നു, ഹേ കൃഷ്ണ, കർമ്മമാണ് നമ്മളെ ബന്ധിക്കുന്നത്, കർമ്മമാണ് ദുഃഖകാരണം എന്നൊക്കെ അങ്ങ് പറഞ്ഞു. ജ്ഞാനപ്പാനയിൽ പൂന്താനം പാടി ഇല്ലേ, നമ്മളെയൊക്കെ ബന്ധിച്ചിരിക്കുന്നത് കർമ്മമാണെന്നാണ്. എല്ലാരെയും കർമ്മമാണ് ബന്ധിച്ചിരിക്കുന്നത്. നമ്മളൊരു പർട്ടിക്കുലർ ശരീരം എടുത്ത് ഒരു കുടുംബത്തിൽ ജനിച്ച് സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ ഒക്കെ ജനിച്ചു കഴിഞ്ഞ് ഈ ശരീരം വന്നു കഴിയുമ്പോൾ തന്നെ അതൊരു വളരെ വലിയൊരു മിസ്റ്ററിയാണ്. നമ്മൾ ആ മിസ്റ്ററി ഒന്നും കാണുന്നില്ല. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനെ ലാളിക്കുകയൊക്കെ ചെയ്ത് കുറെ കഴിയുമ്പോൾ കാണാം ആ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ പതുക്കെ പതുക്കെ. നമ്മളുടെ ശരീരം തന്നെ കുട്ടിക്കാലം മുതൽ നോക്കൂ, എന്തൊക്കെ ഇതിലൂടെ ആവിർഭവിച്ചു. അതുകൊണ്ടാണ് ഭഗവാൻ ഇതിന് ക്ഷേത്രം എന്ന് പേര് വെച്ചത്. ഇതിൽ നിന്ന് എത്ര പഠിക്കാനുണ്ട്. ഇതൊക്കെ വിട്ടിട്ടാണ് നമ്മൾ അമേരിക്കയിലത്തെ പ്രസിഡന്റ് ആര്, പാകിസ്ഥാനിലെ എമർജൻസി ഉണ്ടായോ എന്നൊക്കെ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുക. തനി വങ്കത്തരം. എത്ര യുദ്ധം നടന്നു, പാനീപത്തിൽ യുദ്ധം നടന്നു, കൊച്ചിയിൽ യുദ്ധം നടന്നു, തിരുവിതാംകൂറിൽ യുദ്ധം നടന്നു. ഇതൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ മനുഷ്യരാശി ചെയ്തിട്ടുള്ള മണ്ടത്തരങ്ങളൊക്കെയാണ്. എത്ര നല്ല കാര്യം പഠിപ്പിക്കാനുണ്ടല്ലേ. നമ്മളുടെ ജീവിതത്തിനെ കുറിച്ചുള്ള ശാസ്ത്രം പറഞ്ഞാൽ അതൊക്കെ തന്നെ മതപരമായിട്ട് പോകും. ശരി, ഇനിയിപ്പോ അവര് പഠിപ്പിക്കുന്നുണ്ടോ? ഇനി അവര് പഠിപ്പിച്ചാൽ അവരെന്തെങ്കിലും വൃത്തികേട് പഠിപ്പിക്കും. ആരും പഠിപ്പിച്ചിട്ടൊന്നും ഇത് ശരിയാവില്ല. നമ്മൾക്ക് വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ജിജ്ഞാസ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങും. എന്താണ് ഈ ശരീരം? ക്ഷേത്രം എന്ന് ഭഗവാൻ പറയുന്ന വാക്ക് വളരെ ആഴമേറിയ വാക്കാണ്. രമണ ഭഗവാൻ ഗീതയിൽ നിന്ന് 40 ശ്ലോകം തെരഞ്ഞെടുത്തപ്പോ ആദ്യത്തെ ശ്ലോകം ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയത്തെ എന്നുള്ളതാണ്. ആ ശരീരത്തിന് വ്യത്യാസമുണ്ട്. ആളുകളെ കാണുമ്പോൾ ഒരു ശരീരം പോലെയല്ല മറ്റൊരു ശരീരം. എല്ലാ മനുഷ്യനും ഒന്നാണ് എന്നൊക്കെ പറയാം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഒരു മനുഷ്യൻ ഒരു മനുഷ്യനോട് പോലെ ഒന്നല്ല. ഒരേ മനുഷ്യൻ തന്നെ 2 ദിവസത്തിൽ ആള് മാറി. ഇന്നലെയുള്ള മനുഷ്യനല്ല ഇന്നും. ആ ശരീരത്തിൽ ക്ഷേത്രമാണ്. അനുസ്യൂതം അതില് കിളകളും വസ്തുക്കളും വളർന്നുകൊണ്ടേയിരിക്കും. ഓരോ കോശങ്ങളുടെ ഉള്ളിലും എത്രയോ യുഗങ്ങൾ കിടപ്പുണ്ട്. എത്രയോ അനുഭവിക്കാനുണ്ട്. ഒന്നും അറിയില്ല. നമ്മൾക്ക് അനുഭവം വരുമ്പോഴേ അറിയണുള്ളൂ എന്തൊക്കെ വരാനുണ്ട് എന്നൊക്കെ. ഇന്നൊക്കെ സയൻസ് അതൊക്കെ കൊണ്ട് ഒത്തിരി ആശ്ചര്യപ്പെടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവര്. അതിനകത്തൊക്കെ കോശങ്ങളെയൊക്കെ ശ്രദ്ധിച്ച് ആശ്ചര്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെന്താണ്? ഇതിനകത്തൊരു ബ്രഹ്മാണ്ടാണല്ലോ എന്നാണ്. ഇതിന് സിമ്പിളായിട്ട് കാരണം പറയണത് കർമ്മമാണെന്നാണ്. ആ കർമ്മം സമ്പൂർണമായി യജിച്ചു കഴിയുമ്പോ ഈ ശരീരം ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ് പോലെ ആയിട്ട് തീരുമെന്നാണ് ഋഷികൾ പറയണത്. അതായത് ഒരു വിളക്ക് കൊടുത്താ വെച്ചിട്ടില്ലേ, ഉള്ളിലുള്ള വിളക്കിനെ അടച്ചു വെച്ചാലും ഉള്ളിലുള്ള വിളക്ക് നല്ലവണ്ണം കാണുന്ന ഒരു കുപ്പി ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ പെട്ടി പോലെ ആ ശരീരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ഒഴിഞ്ഞുപോയ ശരീരം, ആ ശരീരമാണ് ജീവൻ മുക്തന്റെ ശരീരം. ചിലരൊക്കെ അതിന് പരിഭാഗപ്പെട്ടിട്ടാണ് ഇവിടെ വന്ന് ജനിക്കണത്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ അറിവ് കിട്ടിക്കഴിയുമ്പോൾ തന്നെ അവർ ജ്ഞാനികളായിട്ട് തീരും. അതിന് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ആ ബോഡിയിലില്ല. അവരുടെ ശരീരത്തിൽ വലുതായിട്ട് അനുഭവിക്കാനുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. ചിലരൊക്കെ കാണാൻ കിടന്നു വട്ടം കറങ്ങും. ആ ശരീരത്തിൽ കാരണമില്ലാത്ത ഡിസ്റ്റർബൻസ്. അതിനൊക്കെ കാരണം എന്താ? ശാസ്ത്രീയമായി ജീവിക്കായ്മയാണ്. ആദ്യം തന്റെ ഉള്ളിൽ നിശ്ചലമായ ഒരു അധിഷ്ഠാനം ഉണ്ടെന്ന് അറിയണം. പിന്നെ ഈ സചലമായ ശരീരത്തിൽ എന്തൊക്കെയാണ് അതിന്റെ സ്വഭാവമെന്ന് അവനവൻ തന്നെ പഠിച്ച് അതിനെ യജിച്ച് നീക്കി അതിന് വേണ്ട രീതിയിൽ അത് ജീവിച്ച് അതിനെ നീക്കി കഴിഞ്ഞ് അതിലുള്ളത് മുഴുവൻ ശമിച്ചു കഴിയുമ്പോ നല്ല അമ്പലത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച പോലെ ആയിത്തീരും. അതിനുള്ള ശാസ്ത്രമാണ്. ഇതിനൊന്നും അധികം ബുദ്ധിയൊന്നും വേണ്ട. നാച്ചുറൽ ഇന്റലിജൻസ് മതി. നമ്മളുടെ ബുദ്ധിയൊക്കെ നമ്മൾ വേണ്ടാത്തതിൽ കൊണ്ട് ചെലവാക്കി എനർജി വേസ്റ്റ് ചെയ്തത് കൊണ്ട് ഇത് വളരെ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നൊക്കെ തോന്നും. നമ്മൾക്ക് പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിന് സംബന്ധപ്പെട്ടതൊക്കെ നമ്മൾക്ക് മനസ്സിലാവുണ്ടല്ലോ. തീ തൊടാൻ പാടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്.
ആഴമുള്ള വെള്ളം കണ്ടാൽ ഇറങ്ങാൻ പാടില്ല എന്ന് മനസ്സിലാവും. ചെറിയ കുട്ടികളിൽ പോലും കാണാം നമുക്ക്. അവർക്ക് വീഴുവോ എന്നുള്ള പേടിയുണ്ട്. ഇതൊക്കെ നാച്ചുറൽ ഇന്റലിജൻസ് ആണല്ലോ ഉള്ളില്. അത് മതി നമുക്കിതൊക്കെ അറിയാം. അധ്യാത്മവിദ്യ വലിയൊരു വിഷമൊന്നുമില്ല. അധ്യാത്മവിദ്യ വിദ്യാനാം എന്ന് ഭഗവാൻ പറഞ്ഞു. വിദ്യകളിൽ അധ്യാത്മവിദ്യയാണ്. ആ വിദ്യ അറിഞ്ഞാലേ ഈ ജീവൻ വിമുക്തമാവുള്ളൂ. അപ്പോ നമ്മളുടെ ശരീരത്തിന് പ്രാരബ്ധം ഉണ്ട്. ആ ശരീരത്തിന്റെ പ്രാരബ്ധത്തിനനുസരിച്ച് നമ്മൾ ലോകത്തിൽ ചെയ്യേണ്ട ചേഷ്ടകൾക്കാണ് സ്വധർമ്മം എന്ന് പേര്. ആ സ്വധർമ്മത്തിനെ എങ്ങനെ ചെയ്യണം? നിഷ്കാമ്യമായും നിസ്സംഗമായിട്ടും ചെയ്യണം. ക്രമേണ ഒരു സ്റ്റേജ് വരും, ആ സ്വധർമ്മം പോലും ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമില്ലാത്ത നിശ്ചലമായ അന്തരംഗത്തിൽ നിന്നുകൊണ്ട് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പ്രയോജനം എന്ന് വെച്ചാൽ, നമ്മൾ വാസ്തവത്തിൽ അങ്ങനെയൊക്കെ ശാസ്ത്രീയമായി ജീവിച്ചാൽ മരണം നമുക്ക് വരുന്നത് അറിയില്ല, നമുക്ക് ശരീരം ഉണ്ടെന്ന് അറിയില്ല, ശരീരത്തിനെ കുറിച്ചുള്ള വിഷമം നമുക്കുണ്ടാവില്ല. നമ്മളൊരു അനന്തമായ സത്ത മാത്രമായിട്ട് തീരും. ഭൂമാവൈ സുഖം, ആകാശം പോലെ അനന്തമായതാണ് നമ്മളുടെ സ്വരൂപമെന്ന് നമ്മൾ അകമയ്ക്ക് കാണും. അല്പമായി ശരീരം പശുവിന്റെ കഴുത്തിൽ ഇട്ടുകൊടുത്ത മാല പോലെ കുറച്ചു ദിവസം കൂടെ ഇരുന്നിട്ട് ആ മാല പൊട്ടി വീണ പോലെ ഇതങ്ങോട്ട് വീണാലും പശുവിന് അറിയാത്തതുപോലെ ഉള്ളിലുള്ള അന്തര്യാമിക്ക് ഈ ദേഹസംബന്ധമേ ഇല്ലായ്മ അനുഭവത്തിൽ വരും. പക്ഷെ ദേഹത്തിൽ കടം കൊടുക്കാനുണ്ടെങ്കിൽ അത് വരില്ല. അതുകൊണ്ടാണ് ആദ്യമേ എന്തെങ്കിലും സന്യാസമാണ് ശ്രേഷ്ഠമെന്നറിഞ്ഞ് നീ ചാടി പുറപ്പെട്ട് അങ്ങോട്ട് പോയാൽ നിന്റെ ദേഹത്തിന് നീ കാഷായം കൊടുത്തിരിക്കണമോ പേര് മാറ്റിയോ എന്നൊന്നും അതിനറിയില്ല. അത് അതിന്റെ സ്വഭാവം കാണിക്കും. ആൻഡ് യു വിൽ നോട്ട് അറ്റൈൻ റിയൽ പീസ്, ഹോൾനെസ്. അതുകൊണ്ട് ബാഹ്യമായിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ശാസ്ത്രത്തിനെ അറിഞ്ഞുകൊണ്ട് ശരീരത്തിന്റെ ധർമ്മത്തിനെയും അറിയണം, ശരീരിയുടെ സ്വരൂപത്തിനെയും അറിയണം. രണ്ടെണ്ണമാണ് ഗീതയിൽ. ശരീരിയുടെ സ്വരൂപത്തിനെ അറിഞ്ഞടങ്ങുന്നത് നിവൃത്തിയും, ശരീരത്തിന്റെ ധർമ്മത്തിനെ അറിഞ്ഞ് ലോകത്തിൽ പ്രവർത്തിപ്പിക്കുന്നത് പ്രവൃത്തിയുമാണ്. ഒന്ന് സ്വധർമ്മം, ഒന്ന് സ്വരൂപജ്ഞാനം. ഇത് രണ്ടും ഏകദേശം അവനവൻ സ്വരൂപജ്ഞാനം ഇവിടെ ഇരുന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും വ്യക്തമായിട്ടും. നിങ്ങൾ പക്വമാണെങ്കിൽ ഗ്രഹിച്ചാൽ ഗ്രഹിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തെളിയുകയും ചെയ്യും. പക്ഷെ സ്വധർമ്മം എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ലൈറ്റ് പോയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ടോർച്ച് സപ്ലൈ ചെയ്യാം. ആ ടോർച്ച് എല്ലാവർക്കും വെളിച്ചം കാട്ടും അല്ലേ? എറണാകുളത്തിലേക്കുള്ളവർക്കും വെളിച്ചം കാട്ടും, മട്ടാഞ്ചേരിയിലേക്കുള്ളവർക്കും വെളിച്ചം കാണിക്കും, സ്ത്രീകൾക്കും വെളിച്ചം കാണിക്കും, പുരുഷനും വെളിച്ചം എല്ലാം കാണിക്കും. പക്ഷേ ആ ടോർച്ചും കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ എനിക്ക് കഴിയില്ല. അത് നിങ്ങൾക്കേ അറിയുള്ളൂ. ജ്ഞാനം സമാനമാണ്. ആ ജ്ഞാനത്തിനെ ഇംപ്ലിമെന്റ് ചെയ്ത് അവരവരുടെ ജീവിതത്തിലെ സ്വധർമ്മത്തിന്റെ സിസ്റ്റത്തിലേക്ക് അതിനെ കൊണ്ടുവരുന്നത് ഓരോരുത്തരും അവനവൻ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോ ജ്ഞാനത്തിന്റെ പൂർണ്ണാനുഗ്രഹമായ ശാന്തി, സമൃദ്ധി, ബ്രഹ്മസമ്പത്തി, ബ്രഹ്മനിർവാണം, ബ്രാഹ്മീ സ്ഥിതി, യോഗസ്ഥിതി, ത്രിഗുണാതീതസ്ഥിതി, ഭക്തി, ജ്ഞാനം, സ്ഥിതപ്രജ്ഞ ലക്ഷണം എന്നൊക്കെ പല പേരുകൾ കൊണ്ട് ഭഗവാൻ ഗീതയിൽ പറയുന്നത് ഒരു വിഷമവും കൂടാതെ നമ്മൾക്ക് വരും. നമ്മൾക്കൊക്കെ ഇതൊക്കെ വരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾക്കത് വരും. എന്താന്ന് വെച്ചാൽ നമ്മളുടെ സ്വഭാവമാണത്. പക്ഷെ നിങ്ങൾക്കതൊക്കെ നമ്മൾക്ക് വരുമോ എന്ന് ചോദിക്കാൻ കാരണം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഞാനുണ്ടായ ആളുകളെ കുറിച്ച് ഒരുപാട് ഭാവന ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയിലൊക്കെ അവരൊരു മരത്തിന്റെ ചോട്ടിലിരുന്ന് പുറകെ ലൈറ്റ് എരിഞ്ഞതായിട്ടും അവര് ദാടി വളർത്തിയതായിട്ടും പല വിധത്തിൽ ഭാവനയുള്ളത് കൊണ്ട് അവരൊക്കെ എവിടെയോ ഉള്ളവരാണെന്നും നമ്മൾ എവിടെയോ ഉള്ളവരാണെന്നും നമുക്കിതൊന്നും വരില്ലെന്നും ഒക്കെ ഒരുപാട് കോൺസെപ്റ്റ്സ് ഉള്ളിൽ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് വരില്ല എന്ന്. ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ ഇപ്പൊ തന്നെ ഉണ്ട്. പുറത്തു വരാനുള്ള പാടേ ഉള്ളൂ, നമ്മളതിനെ സ്വീകരിക്കാനുള്ള പാടേ ഉള്ളൂ. സ്വർണ്ണഖനിയുടെ മേലെ കയറി ഇരുന്നിട്ടാണ് ഭിക്ഷ എടുക്കുന്നത്. വരുന്നവരുടെ അടുത്തും പോണവരുടെ അടുത്തും കാശ് ചോദിക്കാം.
ഭിക്ഷാന്തേഹി. അപ്പോ അതിനുള്ള മാർഗമാണ് ഭഗവാൻ ഇനി പറയാൻ പോണത്. അർജുനന്റെ ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ നിന്നാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. സന്യാസമാണോ കർമ്മയോഗമാണോ എന്ന് ചോദിക്കുമ്പോ കർമ്മയോഗനിഷ്ഠയെ പറഞ്ഞുകൊണ്ടുവന്ന് ജ്ഞാനം എന്താണെന്നും ജ്ഞാനസ്ഥിതി എന്താണെന്നും എങ്ങനെ ഒരാൾ ജ്ഞാനിയാവുന്നുവെന്നും പൂർണ്ണജ്ഞാനത്തിന്റെ ലക്ഷണം എന്താണെന്നും ഒക്കെ പറഞ്ഞു വരികയാണ്. ഈ അധ്യായം ജ്ഞാനയോഗമാണ്. നാളെ നമ്മള് കൃത്യമായി ഇതേ സമയത്തിൽ തുടർന്ന് കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.